രൂപത്തിലുള്ള ഒരു ഹറാമുകളും കലരാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായി നിർവഹിക്കപ്പെടുന്ന ഉംറ നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഉംറയുടെ അഹ്കാമുകളും നിയമങ്ങളും വളരെ വിശദമായി നമ്മോട് സംസാരിച്ച അഭ്യന്തരായ നമ്മുടെ സാദ് ഫൈസി ഉസ്താദ്, അല്ലാഹു നമ്മുടെയൊക്കെ നിയ്യത്തുകൾ അല്ലാഹു നന്നാക്കി തരികയും അല്ലാഹുവിന് വേണ്ടി ധാരാളം ഇബാദത്ത് ചെയ്യുന്ന നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമേതോ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ച്, ഉംറയെ ആഗ്രഹിച്ച് അതിനൊക്കെ നിയ്യത്ത് ചെയ്ത് ഒരുങ്ങിയിരിക്കുന്ന ഒരുപിടി ആളുകൾ ഈ സദസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ദുആഇന് ഉത്തരം കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ ഒരവസരമാണിത്. അള്ളാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ ഉംറ നിർവഹിക്കാൻ ഉദ്ദേശിച്ച മുഴുവൻ ആളുകൾക്കും അത് വളരെ റാഹത്തിലും മഖ്ബൂലും മബ്റൂറുമായി നിർവഹിച്ചു വരാൻ, സിയാറത്തൊക്കെ നിർവഹിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനും അതിൽ ലഭിച്ചവർക്ക് വീണ്ടും അതിന് അവസരം ലഭിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ ഉംറക്ക് പോകാനൊക്കെ നിയ്യത്ത് ചെയ്ത ആൾക്കാരൊന്ന് കൈവക്കിയാട്ടെ. ഈ സദസ്സിൽ ഉംറക്ക് പോകാനുള്ള ആളുകൾ അൽഹംദുലില്ലാ 2-3 ബസ്സിനൊക്കെ ഉള്ള ആളുകളുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, അതൊരു തൗഫീഖാണ്. പൈസ ഉള്ളവരൊന്നും ഹജ്ജ് ചെയ്യൂല, സാധിക്കണമെന്നില്ല. പൈസ ഉള്ള ആളുകൾക്കൊക്കെ ഉംറ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. സൗദി അറേബ്യയിൽ ജിദ്ദയിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് ഉംറ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളോളം താമസിച്ചിട്ടൊരു ഹജ്ജോ ഒന്ന് ഹറമേനി കാണാനോ ജോലി സംബന്ധമായ പ്രയാസം കൊണ്ടായിരിക്കാം ഒരു തൗഫീഖ് കിട്ടാത്തവരുണ്ടാവും. തൗഫീഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന്
ഒരാഗ്രഹം വരുമ്പോ ആ ആഗ്രഹത്തിന്റെ വഴി അള്ളാഹു തയ്യാറ് ചെയ്തിരുന്ന തംഹീദു തുറുഖ്, അതാണ് തൗഹീദ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ. നമുക്ക് പോകാനുള്ള വഴി ഇങ്ങനെ റെഡിയാക്കി തരാ. ഇത് അള്ളാഹു ചെയ്യൽ എപ്പോഴാ? നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇറാദത്ത് ആ വിഷയത്തിലേക്ക് ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ മനസ്സിൽ നിന്നൊരു ആഗ്രഹം അത് ഉള്ളവർക്ക്, ആ ഭാഗ്യമുള്ളവർക്ക് ഹറമൈനി പരിശുദ്ധമായ 2 ഹറമുകളിലേക്ക് എത്താൻ സാധിക്കൂ. അള്ളാഹു നമുക്കൊക്കെ ഒരുപാട് തവണ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള പ്രദേശങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട്, അല്ലെ? മഞ്ഞു പെയ്യുന്ന രാജ്യങ്ങളുണ്ട്, സൂര്യന്റെ പ്രഭ കാണാത്ത പ്രദേശങ്ങളുണ്ട് ഭൂമിയിൽ, നല്ല ഡെൻസ് റെയിൻ ഫോറസ്റ്റുകളുള്ള പ്രദേശങ്ങളുണ്ട്, ഒരുപാട് ഐലൻഡുകളും കാണാൻ മധുരിമയുള്ള പ്രദേശങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ധാരാളമുണ്ട്. മക്കയിൽ എന്താണുള്ളത്? ഭൗതികമായ ഭൂമിയുടെ പ്രസരിപ്പോ ഭൂമിയുടെ ആ സൗന്ദര്യമോ ചമൽക്കാരമോ മക്കയിലുണ്ടോ? മക്കയിലെ മലകൾ പച്ചപുതച്ച മലകളാണോ? മക്കയുടെ മണ്ണിൽ അരുവികൾ ഒഴുകുന്നുണ്ടോ? വല്ല പുഴയുമുണ്ടോ മക്കയിൽ? മദീനത്തുണ്ടോ? അവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ പക്ഷികളുണ്ടോ? വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പറ്റും? ഒന്നുമില്ല. പക്ഷേ അള്ളാഹു തെരഞ്ഞെടുത്തത് മക്കയാണ്. അള്ളാഹു തെരഞ്ഞെടുത്തത് മക്കയാണ്. നമ്മൾ പറയും ഗോഡ്സ് ഓൺ കൺട്രി ഇൻ കേരളം. എല്ലാ ടൂറിസ്റ്റ് കാറുമേലും സ്റ്റിക്കർ ഒട്ടിച്ചത് കാണാൻ കഴിഞ്ഞ നാട്ടിൽ പോകും. ഗോഡ്സ് ഓൺ കൺട്രി. ടൂറിസ്റ്റ് ബസ്സുമേലുണ്ട് ആ സ്റ്റിക്കർ, ടൂറിസ്റ്റ് കാറുമേലൊക്കെ ഉണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി, പടച്ചോന്റെ സ്വന്തം സ്ഥലം. അള്ളാഹുവിന്റെ സ്ഥലത്തിന്റെ ആവശ്യമില്ല മുഅ്മിനീങ്ങളെ. ഈ സ്റ്റിക്കർ ഒട്ടിച്ച ആൾക്ക് ഈ തത്വം അറിയാത്തത് കൊണ്ടായിരിക്കും. അള്ളാഹുവിന് അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അള്ളാഹു ട്രാൻസെൻഡ്സ് ദ ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻസ്. അള്ളാഹുവിന് സമയവും സ്ഥലമൊന്നും ആവശ്യമില്ല. അള്ളാഹുവിന് ഒരു സ്ഥലം ആവശ്യമില്ല. അള്ളാന്റെ നാടും ദൈവത്തിന്റെ നാടും നമ്മളൊന്നും പറഞ്ഞു പോണ്ട, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയാൻ കൊതിയുണ്ടെങ്കിൽ അത് മക്കയെ കുറിച്ച് പറഞ്ഞേക്കണം. അള്ളാഹു തെരഞ്ഞെടുത്തത് മക്കയാണ്, മദീനയെയാണ്, 2 ഹറമൈനികളാണ്. അപ്പോ നമ്മുടെ കണ്ണിൽ കാണുന്ന ഭൗതികമായ ക്രൈറ്റീരിയൻ ഒരു വിഷയത്തെ മനസ്സിലാക്കാനുള്ള മാപ്പിനിയല്ല അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ളത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് ആദ്യമായി വഹി വരുന്നത് ജബലുൻ നൂറിലെ ഹിറായിലാണ്, ഹിറാ ഗുഹയിലാണ്. മക്കയിൽ നിന്ന് ഒരൽപ്പം ഏതാനും മൈലുകൾക്കകലെ മക്കയിൽ പോകുന്ന ആളുകളൊക്കെ അത് സിയാറത്ത് ചെയ്യാൻ ആ പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി ചെല്ലും. എന്താണ് ആ മല? ഒന്നുമില്ല, പാറ പുതച്ചു നിൽക്കുന്ന മലകളാണ്, പാറക്കെട്ടുകളാണ്. ആ ഗുഹ എന്ന് പറയുന്ന ഗുഹ പോലും നമ്മുടെ മറ്റു സംസ്കാരങ്ങളിൽ പറയപ്പെടുന്ന പോലെ ഏതെങ്കിലും ഒരു ഗുഹയുടെ ഒരു രീതിയിലൊന്നുമല്ല, പാറ അട്ടിവെച്ച ഒരു പാറക്കൂട്ടം. അതാണിപ്പോ വഹീൻ അല്ലാഹു തെരഞ്ഞെടുത്ത സ്ഥലം. യാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പരിശുദ്ധ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് സമാഉദ്ദുന്യയിലെ ബൈത്തുന്നൂറിലേക്ക് അല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറക്കുന്നതും അതേ റമളാനിൽ പരിശുദ്ധ ഹിറാ ഗുഹയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആനുമായി ഇറങ്ങുന്ന ആ രാത്രി, പരിശുദ്ധമായ റമളാനിന്റെ രാവിൽ ആ ഒരു പ്രദേശത്തെ തെരഞ്ഞെടുത്തത് ഹിറാ ഗുഹയാണ്. ഒന്നുമില്ല അവിടെ. ആ പ്രദേശം അള്ളാഹുവിന് ഇഷ്ടമായി, അത് അള്ളാഹു തെരഞ്ഞെടുത്തു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് ജബൽ സീനയാണ്, സീനാമലയാണ്. ഏകദേശം 3 മണിക്കൂർ സമയം വൺ വേ, ഒരു സൈഡിലേക്ക് തന്നെ കയറിപ്പോയാലേ സീനയുടെ മുകളിലേക്ക് എത്തുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം കയറി ചെന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന് വഹി കൊടുക്കുന്നത് ഫലസ്തീനിലെ സാഈർ കുന്നിന്റെ മുകളിലാണ്.
ശുദ്ധ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ കൊടുക്കുന്നത് ജബലുൻ നൂറിന്റെ മുകളിലാണ്. ഇതൊക്കെ നോക്കിയാൽ നമ്മുടെ നാട്ടിന്റെ മൂന്നാർ കുന്നുകളോടൊന്നും അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലെ മലമടക്കുകളുടെ പോലെയൊന്നും കാണാൻ ചുരുക്കുള്ള പ്രദേശങ്ങളൊന്നുമല്ല. അള്ളാഹുവിന് അവ ഇഷ്ടമാണ്. നമ്മുടെ കണ്ണിലെ ഭൗതികതയല്ല അള്ളാഹു നോക്കുന്നത്. നമുക്ക് ശരിക്കും ഇങ്ങനെ ഹജ്ജും ഉംറയും ഇങ്ങനെ മനസ്സിലാക്കുമ്പോ അതിങ്ങനെ മനസ്സിലാകും. എത്രയോ മനോഹരമായ ബിൽഡിങ്ങുകൾ ലോകത്തുണ്ടല്ലേ. ഐഫൽ ടവർ മുതൽ അല്ലെ, ലിബർട്ടി സ്റ്റാച്യു മുതൽ എന്തെല്ലാം അള്ളാഹുവിന്റെ ഭൂമിയിൽ പരന്നു കിടക്കുകയാണ്. പരിശുദ്ധമായ കഅബ എന്താണ്? കഅബയുടെ ഒരു രൂപം നമ്മുടെ മുമ്പിൽ അല്ലെ, അതിന്റെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. കഅബ കറുത്ത നിറമാണ്. കഅബ കറുത്തതാണ് അല്ലെ, കറുത്ത നിറമാണ് കഅബക്ക് അള്ളാഹു നൽകി. അങ്ങനെയാണ് കഅബയെ പുതപ്പിച്ചിട്ടുള്ളത് കറുപ്പ് വസ്ത്രം കൊണ്ടാണ്. ഒരു വീടിന്റെ മധുരിമയോ ഒരു വീടിന്റെ ചമൽക്കാരമോ കഅബ എന്ന ആ ഒരു ക്യൂബിക് ഹൗസ് അള്ളാഹുവിന്റെ പരിശുദ്ധ ആ പള്ളിക്ക് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇന്ന അവ്വല ബൈതിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ, പരിശുദ്ധമായ മക്കയിൽ അള്ളാഹു നിർണയിച്ച ആദ്യത്തെ വീട് അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടാൻ മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അംബിയാവും അള്ളാഹുവിന്റെ മലക്കുകളും ആദം നബി അലൈഹിസ്സലാമും പടുതുയർത്തുകയും പിൽക്കാലത്ത് സയ്യിദുനാ ശൈഖുൽ അംബിയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുതുക്കി പണിയുകയും അവസാനത്തെ ഖാതിമുൽ മുർസലീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ഹജറുൽ അസ്വദ് എടുത്തു വെക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ പള്ളി മുബാറക, ഏറ്റവും ബറക്കത്തുള്ള പള്ളി അതാണ്. മക്ക ബറക്കത്തുള്ള പ്രദേശമാണ്. കാണാനൊന്നും ആ ഭംഗിയിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. യാ അല്ലാഹ്, ഒരൊറ്റ കാര്യം അള്ളാഹു പഠിപ്പിക്കാൻ, ഇന്നല്ലാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും ശഫീഉനാ റസൂലുള്ളാഹി. ഈ പാഠമാണ് മക്കയിൽ നിന്ന് പഠിക്കാനുള്ളത്. അതാണ് ജബലുൻ നൂറിൽ കാണാനുള്ളത്. അതാണ് മഖാം ഇബ്രാഹിമിലും പരിശുദ്ധ കഅബയിലും പഠിക്കേണ്ടത്. അതാണ് അല്ലാഹുവിന്റെ ഹറമൈനി മക്കയും മദീനയും. ഇന്നല്ലാഹ ലാ യൻദുറു, അല്ലാഹു നോക്കുന്നത് ഇലാ അജ്സാമികും, നിങ്ങളുടെ ശരീര ഭംഗിയിലേക്കല്ല, ഭൂമിയുടെ ചൊറുക്കല്ല അല്ലാഹു നോക്കുന്നത്. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കും ശരീരത്തിലേക്കും അല്ല അല്ലാഹു നോക്കുന്നത്. പക്ഷെ നമ്മൾ ഭംഗിയാകണം, നല്ല വസ്ത്രം ധരിക്കണം, അണിഞ്ഞൊരുങ്ങണം, ഇതൊക്കെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. പക്ഷെ റബ്ബിന്റെ നോട്ടം എങ്ങോട്ടാ? വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹു തെരഞ്ഞെടുക്കുന്ന പരിശുദ്ധ കഅബയെ, പരിശുദ്ധ ആ സ്ഥാനത്തെ അല്ലാഹു തെരഞ്ഞെടുക്കുകയാണ്. ഭൂമിയിലെ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ഭംഗി അതിന്റെ കാരണമെങ്കിൽ അള്ളാഹു മറ്റേതെങ്കിലും രാജ്യമായിരിക്കണം തെരഞ്ഞെടുക്കുക. ഒന്നുമല്ല, മക്കയെ തന്നെ തെരഞ്ഞെടുത്തു. അവിടെ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല, അള്ളാഹു തെരഞ്ഞെടുത്തത് അവിടമാണ്. ബാഹ്യമായ പ്രകടനങ്ങളല്ല മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം എന്നതുപോലെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ്. ആ മണ്ണിലേക്കാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു വന്നത് അല്ലേ. ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞ വലിയ ഭാഗ്യല്ലേ മുഅ്മിനീങ്ങളെ. അള്ളാഹു നമ്മിൽ നിന്നതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിൽ എങ്ങോട്ടെങ്കിലും ഒരു മനുഷ്യന് ടൂർ പോകണം എന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ്ലി ഒരാൾ പോകേണ്ടത് കഅബയെ കാണാനാണ്. അല്ലാതെ രാജ്യങ്ങളൊക്കെ കണ്ടാൽ മനുഷ്യനുണ്ടാക്കിയ കുറെ സിമെന്റിന്റെ കൂടുകളും അല്ലെ, ഔറത്ത് മറക്കാതെ നടക്കുന്ന കുറെ മനുഷ്യന്മാരും അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാത്ത കുറെ സംസ്കാരങ്ങളും ഇതൊക്കെയല്ലേ കാണാൻ നോക്കൂ. അള്ളാഹുവിനെ ബോധ്യമുള്ള ഒരു മനുഷ്യൻ അള്ളാഹു കഴിവ് തന്നാൽ ഇടക്കിടം അവിടെ ചെന്ന് കാണണം. നമ്മുടെ വിസൊക്കെ പുതുക്കണില്ലേ നമ്മൾ അല്ലെ, എമിറേറ്റ്സ് ഐഡി വരെ നമ്മൾ പുതുക്കുന്നുണ്ട്. നമ്മുടെ ഈമാനിന്റെ ഐഡന്റിറ്റി നമ്മൾ പുതുക്കുകയാണ്. ഈമാനിന്റെ ഐഡന്റിറ്റി പുതുക്കുകയാണ്. അള്ളാഹുവിന്റെ ഹറമൈനിൽ ചെന്നിട്ട് പുതുക്കുകയാണ്, പുതുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു തആല. ഇവിടെ വരണം,
യാ അല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർമ്മിപ്പിക്കുവാനാണ് കഅബയിലേക്ക് വിളിക്കുന്നത്. അവിടുത്തെ കുടുംബത്തെ ഓർമ്മിപ്പിക്കുവാനാണ് അല്ലാഹു ഹജ്ജ് പോലും ചെയ്യാൻ പറഞ്ഞത്. ഉംറ ഒരു അൽ ഹജ്ജുൽ അസ്ഗർ, ചെറിയ ഹജ്ജാണ് ഉംറ എന്ന് പറഞ്ഞാൽ. അതിന്റെ മസ്അലകളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഞാൻ അതിന്റെ മസ്അലകളിലേക്ക് കടക്കല്ല. ഉംറ വളരെ ലഘുവാണല്ലോ. ഇഹ്റാം ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു, മുടിമുറിച്ച് തഹല്ലുലാകുന്നു, കഴിഞ്ഞു. ഇഹ്റാം, തവാഫ്, സഅയ്, മുടിമുറിക്കുക, 4 കാര്യം. ഏതാനും മണിക്കൂറുകളെ കൊണ്ട്, മിനിറ്റുകളെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ചെറിയ അമലാണ് ഉംറ. അതിന്റെ വലുതാണ്. അമലുകൾ വർദ്ധിക്കും ഹജ്ജിലേക്ക് വരുമ്പോ. യാ അല്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർമ്മിപ്പിക്കാനാണ് അല്ലാഹു തആല ഈ പണി ചെയ്യിപ്പിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളെ മറക്കരുത് അല്ലേ? നമ്മുടെ മുമ്പേ കഴിഞ്ഞു പോയ മഹത്തുക്കളെ ഓർക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല. വത്തബിഅ മില്ലത അബീക ഇബ്രാഹീമ ഹനീഫാ, നബിയെ അങ്ങേക്ക് മുമ്പ് കഴിഞ്ഞു പോയ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവരുടെ മാർഗം അങ്ങ് പിൻപറ്റണം നബിയെ. ഇടക്കിടക്ക് ഇങ്ങനെ പറയാൻ നമ്മളൊക്കെ നിസ്കാരത്തിൽ പറയുന്നില്ലേ അവസാനത്തെ തഹിയ്യാത്തിൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. 4 പ്രാവശ്യം മിനിമം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ നാമം നമ്മുടെ ഓരോ ഫർള് നിസ്കാരത്തിലും നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയോ ആ ഒരു ബന്ധം? അപ്പൊ നമ്മൾ എപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമിനോടൊപ്പമാണ്. ആ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ, ആ സ്വലാത്ത് ഇങ്ങനെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഓർമ്മ വരണം, ഞാൻ ആരുടെ പേരാണ് ഈ പറയുന്നത്. ആ മഹാനുഭാവനെ, അവരൊക്കെ ജീവിച്ച സ്ഥലം നിങ്ങളൊന്ന് വന്ന് കാണണം. അള്ളാഹു വിളിക്കാൻ. ഹജ്ജ് എന്ന് പറയുന്നത് യാത്രയാണ്. യാത്ര യാത്ര എന്ന് പറഞ്ഞത് നരകത്തിന്റെ ഒരു കഷ്ണമാണെന്നും തീയിന്റെ കഷ്ണമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ എത്ര കംഫർട്ടബിൾ ആയി ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും, ഫ്ലൈറ്റിൽ പോവാണ്, എന്നാലും യാത്ര എന്നത് ഒരു അദാബിന്റെ കഷ്ണമാണ്. അതിന്റെ കാത്തിരിപ്പും അതിന്റെ ചില സർപ്രൈസുകൾ, ഫ്ലൈറ്റ് ഡിലേ ആണ്, അല്ലെങ്കിൽ എമർജൻസി ലാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ ഇന്നാലിന് ടെക്നിക്കൽ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഏറ്റവും ലോകത്തെ സേഫസ്റ്റ് ജേണിയാണ് ഫ്ലൈറ്റ് യാത്ര എന്നാ പറയാ. എന്നാൽ പോലും ഒരു തരം പ്രയാസം യാത്രയുടെ മുമ്പേ ആയി തുടങ്ങാണ്. അത് പിന്നെ ബസ്സിലോ കാറിലോ നടന്നോ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അത് ഒരിക്കൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞു. എവിടെ? ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും അല്ലെ, അള്ളാഹുവിന്റെ ഭൂമി എന്ന ഗ്ലോബിന്റെ മുകളിൽ എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ, കഴിയുമെങ്കിൽ, അഫോർഡബിൾ ആണെങ്കിൽ, അങ്ങോട്ടുള്ള ചെലവ് വഹിക്കാൻ കഴിയുമെങ്കിൽ, നീ ഒരിക്കൽ എന്റെ മക്കയൊന്ന് കണ്ടിട്ട് പോണം കേട്ടോ. അള്ളാഹു ക്ഷണിക്കാൻ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ വിരുന്നേരെ ക്ഷണിക്കൂല, എങ്ങോട്ടൊന്ന് വരണട്ടോ, എപ്പോഴെങ്കിലും ഒന്ന് വരണം, സൗകര്യം കിട്ടുമ്പോ ഇൻഷാ അല്ലാഹ് വരാന്ന് നമ്മൾ പറയും. അള്ളാഹു വിളിച്ചിരിക്കുകയാണ്, നിങ്ങളൊന്ന് വരണം, മരണത്തിന്റെ മുമ്പ് നിങ്ങൾ എന്റെ കഅബയൊന്ന് വന്ന് കണ്ടുപോണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആ വിളിയാണ് നമ്മൾ ഉത്തരം കൊടുക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഉംറ, അതാണ് നമ്മുടെ ഹജ്ജ്. മഹാന്മാരായ ഉലമാ പറയാണ്, അള്ളാഹുവിന്റെ ഒരു രാജാവിന്റെ തിരുസന്നിധാനത്തിലേക്ക് എത്തിയാൽ, ആ രാജാവിന്റെ അതിഥികളായ വളരെ അടുത്ത ആളുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, രാജാവിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ അവസരം കിട്ടിയാൽ അത് ഏറ്റവും വലിയ ബഹുമാനമാണ്. അല്ലാഹു തആല ജന്നത്തുൽ ഫിർദൗസിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്ന ഹജറുൽ അസ്വദ്, ആ പരിശുദ്ധമായ കല്ല്, അത് ചുംബിക്കുന്നത് ഒരു തിരുരാജാവിന്റെ കൈമുത്തുന്ന പോലെ അതിഥികൾക്ക് റബ്ബിന്റെ കൈമുത്തുന്ന പ്രതീതിയാകണം എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ എത്തിയിരിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ കൈയില്ല, അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. തആലല്ലാഹു അൻഹു ഉലുവൻ കബീറാ. ആ റബ്ബിന്റെ മുമ്പിലെത്തി കൈ ചുംബിക്കുന്ന പോലെ ഹജറുൽ അസ്വദ് നമ്മെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നീ ചുംബിച്ചു പോയിക്കോ യാ അല്ലാഹ്. ആ പരിശുദ്ധമായ മണ്ണിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തേ? ഒരു പിടി പാഠങ്ങൾ നൽകാൻ. ഒരു പിടി പാഠങ്ങളാണ്. എന്താണ് ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ? ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യുമ്പോ ഇൽത്തിബാ, എന്താണ്? നമ്മുടെ വലത്തെ ചുമൽ പുരുഷന്മാർ എന്ത് ചെയ്യണം? അത് വെളിവാക്കി ഇടത്തെ ചുമലിലേക്ക് വസ്ത്രം ഇങ്ങനെ മടക്കി വെച്ചിട്ട് തവാഫ് ചെയ്യുക, അല്ലേ? തവാഫ് തുടങ്ങുമ്പോ കഅബയെ ഇടതു ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ ചുറ്റണം. 7 ചുറ്റ്. എന്തിനാണ് ആ 7? എന്തിനാണ് ഈ ചുറ്റൽ?
സഫാ മറവിന്റെ ഇടയിലെ നടത്തം. ഹജ്ജാണെങ്കിൽ പിന്നെ മുസ്ദലിഫയിലും അറഫായിലുമുള്ള നൃത്തം, മിനായിലെ കല്ലേറ്, മുടിമുറിക്കൽ, വസ്ത്രമൊക്കെ മാറുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നർ വെയർ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇഹ്റാമിന്റെ സമയത്ത് ചുറ്റുത്തുന്നി ഒരു വസ്ത്രവും പറ്റില്ല. 2 പീസ് വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞ് അരമുണ്ടും മേൽത്തട്ടവും ധരിച്ചുകൊണ്ടാണ് ഈ ഹജ്ജും. എന്തിനാണ് ഞാൻ ഈ ചെയ്യുന്നത്? ഇസ്ലാം പൂർത്തിയാകുന്ന ഘടകമാണ്. എന്താണ് ഇസ്ലാം കാര്യങ്ങൾ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ല്ലേ, വതുഖീമസ് സ്വലാ വതുഅതിയസ് സകാ വതസൂമ റമളാൻ വതഹജ്ജൽ ബൈത്ത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീലാ. 5 കാര്യങ്ങളിൽ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞ് ശരിക്കൊരു മുസ്ലിം ആകുന്നത് ഈ ഹജ്ജിലൂടെയാണ്. എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും തിരിഞ്ഞോ? ഇല്ല. എന്തിനാണ് ഈ ചെയ്യാൻ പറഞ്ഞത്? എന്റെ കഅബത്തിങ് എല്ലാ പള്ളിയിലും ചെന്നാൽ 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്താണ്. 2 റക്അത്ത്. എന്താണ് ഹജ്ജ്? ഉലമാ പറയാൻ നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് ഒരു പക്ഷേ ഒരാൾക്ക് വെറുതെ, അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊക്കെ എന്തിനാണ്? അള്ളാഹു പറഞ്ഞത് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞതിന്റെ ബോട്ടം ലൈൻ അതാ. എന്താ അള്ളാഹു പറഞ്ഞു നിസ്കരിക്കാൻ? എന്തേ? അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം ഹഖാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖാൻ. നമ്മൾ അതുകൊണ്ട് നിസ്കരിക്കുക. എന്താ നോമ്പ്? എന്തിനാണ് സകാത്ത്? എന്തിനാണ്? അള്ളാഹു ചെയ്തതുപോലെ. പക്ഷേ യുക്തിചിന്ത എന്ന് പറഞ്ഞ ഒരു സാധനം മനുഷ്യന്റെ സ്വാഭാവികമായ മനുഷ്യന്റെ ഒരു വിഷയം അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായ ചിന്ത, ഞാൻ എന്തിനായി ചെയ്യുന്നത്? അപ്പൊ യോഗാഭ്യാസമൊക്കെ ചെയ്യുന്ന ആള് പറയും, ശരി, മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ ഈ യോഗാഭ്യാസം തന്നെ നമുക്ക് പറ്റില്ല എന്ന് ഞാൻ ഇവിടെ സാന്ദർഭികമായിട്ട് പറയാണ്. അതിലൊരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, യു അഗ്രി ഇറ്റ് ഓർ നോട്ട്, അല്ലെ? പക്ഷേ അതിനൊരു മതപരമായ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് നമുക്കത് പറ്റില്ല. പക്ഷേ ആ ഒരു കോൺസെൻട്രേഷൻ എന്താ? മനുഷ്യന്റെ മനസ്സിനെ ഒരു കേന്ദ്രീയ ബിന്ദുവിലേക്ക് ചേർത്ത് നിർത്തി മെഡിറ്റേറ്റ് ചെയ്താൽ നിന്റെ തിങ്കിങ് പവർ, നിന്റെ മനസ്സിന്റെ ആ ഒരു ട്രാങ്ക്വിലിറ്റി, നീ നേടിയെടുക്കുന്ന നിന്റെ ശരീരത്തിന് കിട്ടുന്ന ആശ്വാസം, നിസ്കാരത്തിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാവാം. അത് നമ്മുടെ ലക്ഷ്യമല്ല. നോമ്പ് നോൽക്കുന്നത് ഡോക്ടർ ഏതായാലും പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ കുറക്കണമെന്ന്, എന്നാ പിന്നെ പകലങ്ങ് നോമ്പാക്കി കളയാം. അങ്ങനെ നീയത്ത് ചെയ്ത് നോമ്പ് പറ്റാ കൂലി കിട്ടൂല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. തടി കുറക്കാൻ വേണ്ടി നോമ്പ് നോൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, ആണുങ്ങളും കാണും ചിലപ്പോ. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് തഅബ്ബുദൻ ലില്ലാഹ്, അള്ളാഹു പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യാൻ, ആ നോമ്പിനെ കൂലി കിട്ടുള്ളൂ. അല്ലാത്തത് കൊണ്ട് തടി കുറയും, വെയിറ്റ് കുറയും, കൊളസ്ട്രോളും ചിലപ്പോൾ കുറഞ്ഞെന്ന് വരും, ഓമാ ഇലൈഹ, ബാക്കിയുള്ളതൊക്കെ കുറഞ്ഞെന്ന് വരും. പക്ഷെ കൂലി കിട്ടുവോ? ഇല്ല. പക്ഷെ ഒരാൾക്ക് നോമ്പിനെ പറ്റി ഇങ്ങനെ പറയുമ്പോ തടിക്ക് നല്ല സുഖമുള്ള സംഗതിയാ നോമ്പ്. ശരി. സകാത്തോ പാവപ്പെട്ട ആളുകൾക്ക് അവരെ സഹായിക്കുന്ന ഒരു പണിയല്ലേ? ചാരിറ്റി നല്ലതല്ലേ? ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരൊക്കെ കണ്ടെത്തിയില്ലേ, സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്വതക്ക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന യുക്തിവാദി ഹജ്ജിലേക്ക് വന്നാൽ എന്താ മനസ്സിലാക്കുക? എന്തിനാണ് ഈ പണി? എന്തിനാണ് 7 റൗണ്ട് പോകും? എന്തിനാണ് സഫാ മർവയിലെ നടത്തം? ഒന്നുമില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇസ്ലാം പൂർത്തിയാകുന്നത് എവിടെയാണ്? ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യാൻ, എന്നെ അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ. അതിനാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം. അതാണ്. അത് ഹജ്ജനാകുമ്പോൾ പരിപൂർത്തിയാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ് എന്ന് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലേ? അതിനർത്ഥം എന്താ? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിസ്കരിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. അല്ല, ഈ 5 വക്ത് നേരം വുദൂ ചെയ്ത് നീ അല്ലാഹുവിനെ നിസ്കരിച്ചേ പറ്റൂ. നിനക്ക് there is no other choice. അല്ലാഹുവിനെ നീ ആ നേരം സമർപ്പിച്ചേ പറ്റൂ. പിന്നെ എക്സ്ട്രാ നിനക്ക് വേണമെങ്കിൽ സുന്നത്ത് നീ നിസ്കരിച്ചോ, ഇത് അല്ലാഹുക്ക് കൊടുത്തേ പറ്റൂ. ഓരോ നിസ്കാരത്തിന്റെ സമയത്തും ഈ നിസ്കാരത്തിന് വേണ്ട സമയവും നിസ്കാരത്തിന്റെ കർമ്മങ്ങളും അല്ലാഹു നിന്നോട് ചെയ്യാൻ പറഞ്ഞു. നീ റബ്ബിന് സമർപ്പിക്കാൻ. നിനക്ക് നേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പണി നീ ചെയ്തേ പറ്റൂ. നോമ്പ് ഓപ്ഷനിലാണ്, നിനക്ക് വേണമെങ്കിൽ നോറ്റോ. പക്ഷെ റമളാൻ നോറ്റേ പറ്റൂ. എന്റെ ഇസ്ലാം ഞാൻ അല്ലാഹുക്കാണ് സമർപ്പിക്കുക. അല്ലാഹു പറഞ്ഞു ഞാൻ ചെയ്യാൻ. സ്വതക്ക നീ വേണമെങ്കിൽ കൊടുത്തോ, സകാത്ത് കൊടുക്കാനുണ്ടോ, കൊടുത്തേ പറ്റൂ. അതിൽ നിനക്ക് ചോയ്സ് ഇല്ല, വേണോ വേണ്ടെന്നല്ല, നീ കൊടുത്തേ പറ്റൂ. ഞാൻ അല്ലാഹുവിന് എന്നെ സമർപ്പിക്കുകയാണ്. ഹജ്ജ്
ഉംറ എന്തേ? നിനക്ക് തിരിഞ്ഞോ ഇല്ലയോ എന്ന് വിഷയമല്ല, ഞാൻ ഈ പറഞ്ഞ പണി നീ ചെയ്തേക്കണം. എന്തിനാണ് നീ ചെയ്യുന്നത് എന്ന് നിനക്ക് ഇതുവരെയുള്ള കാര്യത്തിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നിയേക്കാം. ഇതിനൊക്കെ നിസ്കാരം, നോമ്പ്, സക്കാത്തിനൊക്കെ ചില മീനിങ്ങളൊക്കെ ഉണ്ടാകാം. ഹജ്ജിന് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. അള്ളാഹു പറഞ്ഞു 7 വട്ടം ചുറ്റണം, അത് ഇങ്ങനെ ചുറ്റണം, ഞാൻ അങ്ങനെ ചെയ്യാണ്. സഫാ മർവന്റെ ഇടയിൽ അന്നൊരിക്കെ ഹാജർ റളിയല്ലാഹു അൻഹ ചുറ്റിയ ആ ഒരു ഓട്ടത്തിന്റെ ചരിത്രമൊക്കെ അറിയുമ്പോൾ ഞാൻ എന്തിനു ചുറ്റണം? അള്ളാഹ് പറഞ്ഞു നീ ചുറ്റിയേ പറ്റൂ. അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായ സബ്മിഷൻ, ഇസ്ലാം എന്ന് പൂർത്തിയാകുന്നത് അവിടെയാണ്. അള്ളാഹു പറയുന്നത് ഞാൻ മനസാ വാചാ കർമ്മണ അനുസരിച്ചു, അല്ലാഹ് എനിക്ക് തിരിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ സമ്മതിച്ചു. ഇത് പറയിപ്പിക്കുകയാണ് ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും അള്ളാഹു ചെയ്യിപ്പിക്കുന്നത്. മുടി മുറിക്കണം. എന്തിനു മുടി മുറിക്കണം? എന്നാ പിന്നെ എവിടെയെങ്കിലും ഷേവ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഷേവ് ചെയ്യാൻ പറഞ്ഞാൽ പോരെ? അല്ല, പെണ്ണുങ്ങൾ മുറിക്കേണ്ടത് അൻമുലത്തിന്, ഒരു വിരലിന്റെ ഈ തുമ്പത്തിന്റെ ഇത്രയും നീളമുള്ള മുടി മാത്രമേ പെണ്ണുങ്ങൾ മുറിക്കാവൂ. അവർക്ക് ഷേവ് ചെയ്യൽ ഹറാം. ആണുങ്ങൾ മുണ്ഡനം ചെയ്തോട്ടെ. എന്തിനാണതൊക്കെ? നിനക്ക് തിരിഞ്ഞാലും ഇല്ലെങ്കിലും എന്റെ കൽപ്പന, നീ എന്റെ അടിമയാണോ? ഉടമസ്ഥൻ പറഞ്ഞത് കേട്ടേ പറ്റൂ. നോ ക്വസ്റ്റ്യൻ. സുബ്ഹാനല്ലാഹ്. പട്ടാളക്കാരോടൊക്കെ എന്താണ് പറയാ, നീ എന്തിനാണെന്ന് ചോദിക്കരുത്. ഡു ഇറ്റ്, ഡോണ്ട് ആസ്ക് ഫോർ വൈ. എന്തിനാണെന്ന് ചോദിക്കരുത്, പറഞ്ഞതങ്ങ് ചെയ്തേക്കണം. അതങ്ങ് നീ ചെയ്താൽ നിന്റെ ഇസ്ലാം പൂർത്തിയായി. സുബ്ഹാനല്ലാഹ്. ഇതങ്ങോട്ട് ബോധ്യപ്പെട്ടാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപിടി കാര്യങ്ങൾ ഞാൻ എന്തിനിത് ചെയ്യണം? അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, കഴിഞ്ഞു. പിന്നെ അവിടെ വേറെ ചോദ്യമില്ല. ഇതിന് നീ സന്നദ്ധനാണോ എങ്കിൽ നീ ഹജ്ജ് ചെയ്തേക്കണം. നിന്റെ ഇസ്ലാം അപ്പോഴാണ് പൂർത്തിയാകുന്നത്. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ തുടക്കത്തിലേക്ക് വരൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ കഴിഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ അല്ലാഹുവിന്റെ കിതാബിന്റെ ഫാത്തിഹത്തുൽ കിതാബ് ആരംഭ സൂറയാണ്, പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ. കഴിഞ്ഞു സൂറത്തുൽ ബഖറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാഹ്. അങ്ങനെ നീണ്ടുപോകാണ്. സൂറത്ത് തുടങ്ങാണ് അലിഫ് ലാം മീം. എന്താ അതിന്റെ അർത്ഥം? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്ന അർത്ഥം എന്താണ്? അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി. ഈ പറഞ്ഞ അക്ഷരങ്ങളുടെ അർത്ഥം എന്തോ എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ദാലികൽ കിതാബു, ഈ ഗ്രന്ഥം അല്ലാഹുവിന്റെ ഖുർആൻ, ലാ റൈബ ഫീഹി, ഇതിൽ സംശയം വേണ്ട. ഹുദൽ ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ളവർക്ക് ഇത് സന്മാർഗമാണ്, സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ്. പക്ഷെ അലിഫ് ലാം മീനോ? ഖുർആനിന്റെ തുടക്കം നമുക്ക് തിരിയാത്തതാണ്. ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ അവസാനത്തേതും നമുക്ക് തിരിയാത്തതാണ്. എന്തിനാണ് ഈ ചെയ്യുന്നത്? എന്താണ് അലിഫ് ലാം മീം? എനിക്ക് തിരിയില്ല എന്ന് നീ മനസ്സിലാക്കിയെടുത്തുന്ന ഖുർആൻ തുടങ്ങിയാൽ മതി. ഞാനാണ് ഏറ്റവും വലിയ അല്ലാമ എന്ന് പറഞ്ഞ് നീ തുടങ്ങണ്ട. നിനക്കൊന്നും തിരിയില്ല, നിനക്ക് തിരിയാത്തതുണ്ട് എന്ന് നീ സമ്മതിച്ചോ. എന്നിട്ട് അല്ലാഹുവിന്റെ കലാം നീ ഓതാൻ തുടങ്ങിക്കോ. അപ്പൊ നിനക്ക് ഇൽമു കിട്ടും. മനുഷ്യന്റെ തലച്ചോറിനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ മനുഷ്യന് കഴിഞ്ഞാലാണ് ഇസ്ലാം ആകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെ? തടിക്ക് കുഴപ്പമില്ലാത്ത കാലത്തോളം നമ്മൾ അമലൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്നെ കൊണ്ടാവില്ല അല്ലെ? നോമ്പാണെങ്കിൽ അങ്ങനെ. ഇസ്ലാം കാര്യമല്ലേ ഹജ്ജും ഉംറയൊക്കെ? ഇസ്ലാമിന്റെ ഘടകങ്ങളല്ലേ? അള്ളാഹുവിന് ഞാൻ എന്നെ സമർപ്പിച്ചു. അള്ളാഹ്. അതാണ് ഇസ്ലാമും ഈമാൻ കാര്യം തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇസ്ലാം കാര്യം ചെയ്യുന്നത് എന്തിനാണ്? ഇതിന്റെ കാരണമാണ് ഈമാൻ കാര്യം. 6 കാരണം. ഞാൻ എന്തിന് നിസ്കരിക്കുന്നു, എന്തിന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നു, എന്തിന് നിസ്കാരം, എന്തിന് നോമ്പ്, എന്തിന് സക്കാത്ത്, എന്തിന് ഹജ്ജ്? കാരണം ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതിന്റെ മലക്കുകളിൽ, അള്ളാഹിന്റെ മുർസലീങ്ങളിൽ, അള്ളാഹിന്റെ കിതാബിൽ, അന്ത്യനാളിൽ, അള്ളാഹുവിന്റെ ഖദറിലും ഖൈറിലും ഷർറിലും ഖദറും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് പറയിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ചെയ്യിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളോട്. അതിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പരിപാലനം കഴിഞ്ഞതിന്റെ ശേഷം അല്ലേ വിളിച്ചു പറയാൻ പറഞ്ഞു.
وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഇബ്രാഹിം നബിയെ ആ മലയുടെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞേക്കണം. എന്താ? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജ് ചെയ്യാൻ വരണം കേട്ടോ എന്ന് അങ്ങ് വിളിച്ചു പറഞ്ഞേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചോനെ, ഞാൻ എന്റെ ഈ വായ കൊണ്ട് ഒരു മനുഷ്യനും മഖ്ലൂഖില്ലാത്ത ഈ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ആളുകൾ എങ്ങനെ കേൾക്കാനാണ്? അത് കേൾക്കേണ്ട ആളുകൾ എന്റെ ശബ്ദമെത്തുന്ന ഡിസ്റ്റൻസിൽ ഇല്ലല്ലോ പടച്ചോനെ. യാ അല്ലാഹ്, അലൈനൽ ബലാഗ്, അലൈനൽ ബലാഗ്, ഞാനാണ് അത് എത്തിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തേക്കണം ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാനത് എത്തിച്ചോളാം. നിങ്ങൾ ഒരു പണി ചെയ്യണം, വിളിച്ചു പറയണം, ക്ഷണിക്കണം. അള്ളാഹുവിന് വേണ്ടി ക്ഷണക്കത്ത് തരുന്ന പോലെ ഇബ്രാഹിം അലൈഹിസ്സലാം അത് വിളിച്ചു പറഞ്ഞു. അത് കേട്ടവരാണ് മക്കായിലേക്ക് എത്തുന്നത്, അവരാണ് ഹറമൈനികളിലേക്ക് എത്തുന്നത്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് എല്ലാ മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു നൽകുമാറാകട്ടെ. ഇസ്ലാം അവിടെ ചെല്ലുമ്പോൾ ഈമാൻ വർദ്ധിക്കണം, അല്ലേ? അവിടെ ചെല്ലുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനാണ്. അവിടെ പരിശുദ്ധമായ പള്ളിയുണ്ട്, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം, അല്ലെ? മദീനയിലെത്തിയാൽ അവിടെയുണ്ട് മസ്ജിദുൻ നബവിയുണ്ട്, അല്ലേ? പിന്നെയുണ്ട് പരിശുദ്ധമായ പള്ളിയുണ്ട് അള്ളാഹുവിന്റെ മസ്ജിദുൽ അഖ്സ, ജെറൂസലേമിലെ അന്നത്തെ ഈലിയ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുള്ള സ്ഥലം. ഈ 3 പള്ളികൾ ഇസ്ലാമിക ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനപ്പെട്ടവയാണെന്ന് പറഞ്ഞ പള്ളികളാണത്. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹു തആല റഹ്മത്തൻ വാസിഅ 2 ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസാണ്, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്, മസ്ജിദി ഹാദാ വമസ്ജിദിൽ ഹറാം വമസ്ജിദിൽ അഖ്സ. ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ചെന്നാൽ ആ പള്ളിയിലെ നിസ്കാരം കൊണ്ട് എനിക്ക് പുണ്യമുണ്ട്, കൂടുതൽ പുണ്യമുണ്ട് എന്ന നിയ്യത്തോടുകൂടെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതാ ഈ 3 സ്ഥലങ്ങളെ ഉള്ളു കേട്ടോ. ബാക്കി ദുന്യാവിലെ പള്ളികൾക്കൊക്കെ നിസ്കാരത്തിന്റെ പ്രതിഫലം ഒന്നു തന്നെയാണ്. നമ്മളെ നാട്ടിലെ ചെറിയ ഒരു തൈക്കാവിൽ ഒരു ശ്രാമ്യ പള്ളിയിൽ ഒരു നിസ്കാരപ്പള്ളി നിസ്കരിക്കുന്നതും നമ്മുടെ മസ്ജിദ് ഷെയ്ഖ് സായദ് ബില്യൺ കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചുണ്ടാക്കിയ പള്ളിയിലെ 2 റക്അത്ത് നിസ്കാരവും കൂലി ഒന്ന് തന്നെയാണ്. ലോകത്ത് വലിയ വലിയ പള്ളികളുണ്ട്, അല്ലെ? തുർക്കിയിലെ ബ്ലൂ മോസ്ക്, മസ്ജിദ് സുലൈമാൻ, ആ പള്ളിയിൽ നിസ്കരിക്കുന്നതും നമ്മുടെ നാട്ടിലെ ചേരമാൻ പെരുമാളിന്റെ പേരിൽ ഉണ്ടാക്കിയ ചേരമാൻ പള്ളിയിൽ കൊടുങ്ങല്ലൂർ പോയി നിസ്കരിക്കുന്നതും നമ്മുടെ നാട്ടിലെ ഒക്കെ പ്രതിഫലം ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രതിഫലം കൂടുതൽ കിട്ടുമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് 3 പള്ളികളിലേക്ക് മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒന്ന് മസ്ജിദി ഹാദാ, ഒന്ന് എന്റെ ഈ പള്ളിയാണ്, മദീനത്തെ പള്ളിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ മക്കയിലെ കഅബക്ക് ചുറ്റുമുള്ള പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമാണ്. വമസ്ജിദിൽ അഖ്സ, പിന്നെ ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹുവിലേക്ക് എത്താനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകളൊക്കെ ഈ അടുത്ത് നമ്മുടെ സദസ്സിൽ നിന്ന് പോലും കുറച്ച് ആളുകളൊക്കെ അഖ്സ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചു വന്നിട്ടുണ്ട്. മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ. അപ്പൊ ചില എന്താ ഹറാം എന്ന് പറഞ്ഞ, അള്ളാഹുവിന്റെ നല്ലൊരു പള്ളിക്ക് ഹറാം എന്ന് എന്തിനാ പറയുന്നത്? ഹറാം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നിഷിദ്ധം, മറ്റൊന്ന് പരിശുദ്ധമായത്. അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ദ ഹോളി സാങ്ച്വറി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, പരിശുദ്ധിയുള്ള സ്ഥലം. എന്റെ നിങ്ങൾ ഇത് ഒരു ഹറാം, അല്ലാഹു തആല ചില ബൗണ്ടറികൾ വെച്ച പ്രദേശമാണ്, അല്ലാഹു ചില നിബന്ധനകൾ വെച്ച പള്ളിയാണിത്, പരിശുദ്ധമായ പള്ളിയാണ്. ആ അർത്ഥത്തിലാണ് ആ വാക്ക് ഹറാമിന്റെ 2 അർത്ഥത്തിൽ ഒരർത്ഥം ഇതാണ്. ഹറാമാണ് എന്ന് കള്ളുടി ഹറാമാണ്, ശരി. അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധിയുള്ള പള്ളി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മസ്ജിദുൽ ഹറാമിലേക്കും മസ്ജിദുൽ നബവിയിലേക്കും മക്കയിലേക്കും മദീനത്തേക്കുമുള്ള യാത്രയിൽ നമുക്ക് കഴിയും. പക്ഷേ 3ാമത്തെ പള്ളിയിലേക്ക് മസ്ജിദുൽ അഖ്സായിലേക്ക് എത്തണല്ലോ. എന്താണ് ചെയ്യുക, അല്ലേ? ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫ്തിനാ ഫീ ബൈത്തുൽ മുഖദ്ദസ്,
ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരീ നബിയെ. എന്താണ് ബൈത്തുൽ മുഖദ്ദസ്? കാരണം മക്കയിൽ നിന്ന് അറബികൾ കച്ചവടക്കാർ പോകാറുണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും അങ്ങോട്ട് എത്താൻ ഭാഗ്യം ഉണ്ടായില്ല. കാരണം മക്കയിൽ നിന്ന് അഖ്സായിലേക്കുള്ള ദൂരം 40 ദിവസമാണ് ഒട്ടകപ്പുറത്ത്. വൺ വേ, വൺ സൈഡ്. 2 വേ ആകുമ്പോ 80 ദിവസം എടുക്കും. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന, ഹബീബായ നബിയെ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞുതരീൻ എന്താണ് മസ്ജിദുൽ അഖ്സ? അല്ലെ, ഇത് രണ്ടും നമുക്ക് പോകാൻ പറ്റുന്ന പള്ളിയാണ്. അതുകൊണ്ട് ഈ പള്ളി നമുക്കും അങ്ങനെ തന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താനാ പ്രയാസം ഇപ്പോ, അല്ലേ? മസ്ജിദുൽ ഹറാം മക്കയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലിയാണ്. യാ അല്ലാഹ്. മസ്ജിദുൻ നബവിയിൽ ഒരു റക്അത്തിന്, ഒരു നിസ്കാരത്തിന് 1000 റക്അ, 1000 നിസ്കാരത്തിന്റെ കൂലിയാണ് മസ്ജിദുൻ നബവിയിൽ. മസ്ജിദുൽ അഖ്സയിൽ 100 റക്അത്തിന്റെ കൂലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ 1000 റക്അത്തിന്റെ കൂലി അഖ്സയിലും ഉണ്ടെന്ന് പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോ നബി തങ്ങളോട് ചോദിക്കുന്നു, ഹബീബായ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്സ പള്ളിയെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരീ നബിയെ. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. അവിടെന്ന് പറഞ്ഞു, അർളുൽ മൻശരി വൽ മഹ്ശർ, ഖിയാമത്ത് നാൾ അല്ലാഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന പ്രദേശമാണ് അഖ്സ നിലകൊള്ളുന്ന പ്രദേശം, മഹ്ശറ എന്ന പ്രദേശം. അല്ലാഹു യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. മഹ്ശറ നടക്കുന്ന സ്ഥലം അഖ്സ പള്ളി നിലകൊള്ളുന്ന പ്രദേശമാണ്. ഇന്നത്തെ ഷാം, ഡമസ്കസ്, സിറിയ, ഫലസ്തീൻ, ഈ നാടുകളാണ് അല്ലാഹു തആല നിരനിരപ്പാക്കി മഹ്ശറാക്ക് വേണ്ടി സംവിധാനിക്കുക എന്ന് ഒരുപിടി ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. അർളുൽ മൻശരി വൽ മഹ്ശർ, അങ്ങനത്തെ സ്ഥലമാണിത്. ആ നാളിൽ അല്ലാഹു നമുക്ക് നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ ആ പള്ളിയിലേക്ക് ചെല്ലണം. ഫസല്ലൂ ഫീ, അവിടെ ചെന്ന് നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്ന സ്വലാതൻ ഫീഹി ബിഅൽഫി സ്വലാത്തിൻ ഫീമാ സിവാ, അവിടെ ഒരു നിസ്കാരത്തിന് 1000 മറ്റു പള്ളികളിലെ 1000 നിസ്കാരത്തിന്റെ സ്ഥാനമുണ്ട്. അതുകൊണ്ട് അർളുൽ മഹ്ശരി വൽ മൻശറാണ് അഖ്സായിലെ പള്ളി, അങ്ങോട്ട് പോകണം. അപ്പൊ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, അറഅയ്ത മൻ ലം യുതിഖ് അൻ യതഹമ്മല ഇലൈഹി അൻ യഅതി, അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യൂ നബിയേ? ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ? ഫഖാൽ, അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുഹ്ദി ഇലൈഹി സൈതൻ, ആ പള്ളിയിലേക്ക് എണ്ണയെങ്കിലും ഹദിയ കൊടുക്കുക. യുസ്റജു ഫീ, ആ എണ്ണയിൽ അവിടെ വിളക്ക് കത്തിക്കപ്പെടാൻ കഴിയും. അങ്ങനെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഈ മക്കയിൽ നിന്നോ മദീനത്തിൽ നിന്നോ നിങ്ങൾ ഹദിയ ചെയ്തേക്കണം ആരെങ്കിലും പോകുന്നവരുടെ കൂടെ. ആ പള്ളിയിലേക്ക് എണ്ണ നിങ്ങൾ ഹദിയ കൊടുത്താൽ അവിടെ ചെന്ന് നിസ്കരിച്ചവന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നാറുണ്ട് ഈ ഹദീസ് കൊണ്ടായിരിക്കണം അമുസ്ലിമീങ്ങൾ പോലും ഈ ഹദീസ് കേട്ടിരിക്കണം. ചിലപ്പോ മുസ്ലിമീങ്ങളായ ചില പള്ളികളിലേക്കൊക്കെ വിളക്കുകളൊക്കെ സംഭാവന ചെയ്ത പഴയകാല ചേരമാൻ പെരുമാൾ പള്ളിയിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ അവിടെ വിളക്ക് എന്താ ഏതെങ്കിലും ആളുകൾ അങ്ങനെ ഈ ഹദീസ് കേട്ടത് കൊണ്ട് കൊടുത്തയച്ചതായി അള്ളാന്റെ പള്ളിയിലേക്ക് വിളക്ക് കത്തിക്കാൻ ഒരു വിളക്കുമാടം അല്ലെങ്കിൽ ഒരു ജൈത്ത്, ഒരു എണ്ണ ഹദിയ കൊടുത്താൽ കൂലിയുണ്ട്. അവര് ഈ ഹദീസിന്റെ കോണ്ടെക്സ്റ്റ് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഞാൻ മനസ്സിലാക്കുന്നു ആയിരിക്കണം, കാരണം അല്ലാഹു ആലം, എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു ഹദീസുണ്ട്, നിങ്ങൾ എണ്ണ അള്ളാഹുവിന്റെ പള്ളിയിൽ കത്തിക്കപ്പെടാനുള്ള വിളക്കിന് കൊടുത്തേക്കണം, നിസ്കരിച്ച കൂലി കിട്ടും. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തി. ഈ 3 പള്ളികളിൽ 2 നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം ഉംറ യാത്രയിലൂടെ കിട്ടുന്നുണ്ട്, അല്ലേ? മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മസ്ജിദുൻ നബവി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നന്ദിവിഷമം കൊള്ളുന്ന സ്ഥലമാണത്. മക്കയും മദീനയും എങ്ങനെയാണ്? മക്കയിൽ എല്ലാം ജീവനില്ലാത്തതാണെന്ന് പറയാം, മദീനയിലേക്ക് എത്തിയാൽ ജീവുള്ളതാണ്. അതാണ് പ്രത്യേകത. രണ്ടും ഒരു മക്കയിൽ കഅബയുണ്ട്, കഅബ സംസാരിക്കോ? ഇല്ല. മക്കയിൽ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ഉണ്ട്, സംസാരിക്കോ? ഇല്ല. മക്കയിൽ മഖാം ഇബ്രാഹിം ഉണ്ട്, സംസാരിക്കോ? ഇല്ല. മക്കയിൽ മീസാബ് ഉണ്ട്, സംസാരിക്കോ? ഇല്ല. മക്കയിൽ ഹതീം, ആ ഒരു ഹാഫ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സെമിസ്ഫെറിക് ഒരു മതിൽക്കെട്ടുണ്ടല്ലോ, ഹതീം, ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്നത്, അത് സംസാരിക്കോ? ഇല്ല. മദീനയിലുള്ളത് ആരാണ്? صلوا علي فإن صلاتكم معروضة عليه صلوا على النبي محمد وآله اللهم صل على
സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാതകും മഅറൂദത്തുൻ അലൈഹി. നിങ്ങളുടെ സ്വലാത്ത് എന്നെ കാണിക്കപ്പെടുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിന് ശേഷമാണെങ്കിൽ പോലും എന്നോട് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന് ഞാൻ മറുപടി പറയുന്നുവെന്നും എന്റെ സ്വലാത്തുകൾ എനിക്ക് എത്തിച്ചു തരാൻ അല്ലാഹു ആയിരക്കണക്കിന് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന് സലാം ചൊല്ലണ്ടേ? അതിലാർക്കും അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. മദീനയിൽ ചെന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ പള്ളിയുടെ ആ പരിശുദ്ധമായ അവിടുത്തെ ഖബർ ഷരീഫിന്റെ മുമ്പിൽ ചെന്നിട്ട് ഹബീബായ തങ്ങൾ കിടക്കുന്നത് കഅബയിലേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ്. ഈ മുഖത്തിന്റെ മുമ്പിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ആണുങ്ങളൊക്കെ കടന്നു പോകുന്ന വഴി അങ്ങനെയാണ്. ആ കടത്തം കഅബയിലെ കഅബ അങ്ങനെ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിന്റെ ഭാഗം കാണാൻ ആ ഭാഗത്താണ് പരിശുദ്ധ ഹബീബിന്റെ സ്വല്ലല്ലാഹു അവിടുത്തെ ഖബറുള്ളത്. ആ കടത്തം ഖിബ്ലയിലേക്ക് തിരിഞ്ഞുള്ള കടത്തമാണ്. മുമ്പിലൂടെ മുഖത്തേക്ക് നോക്കി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തില്ലേ നബിയെ, അള്ളാഹിന്റെ രക്ഷങ്ങൾക്ക് ഉണ്ടാകട്ടെ നബിയെ എന്ന് സലാം പറയാത്ത ഒരു മുസ്ലിം ഉണ്ടാവോ? കഴിയോ സലാം പറയാതിരിക്കാൻ? എല്ലാ ഉലമാവും രേഖപ്പെടുത്തിയില്ലേ? അതില് നമ്മുടെ പാർട്ടികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ ഹബീബായ നബി തങ്ങൾക്ക് സലാം പറയണം. എന്തേ? അവിടുന്ന് സലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ താല്പര്യം അവിടെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ സ്വലാത്ത് എന്നെ കാണിക്കപ്പെടും, ഞാൻ നിങ്ങൾക്ക് മടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നിസ്സാരം നമ്മുടെ കൈകളിൽ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ മുഅ്മിനായ മനുഷ്യന് പാഠം പഠിക്കാനില്ലേ? ആയിരക്കണക്കിന് ഒരൊറ്റ നിമിഷം, ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഫോണിലൂടെ വിളിക്കുന്നു, മെസ്സേജ് കൈമാറുന്നു. കൺട്രോൾ ടവറിലൂടെ, സാറ്റലൈറ്റ് ടവറിലൂടെ മെസ്സേജുകൾ കടന്നു പോകണില്ലേ? സുബ്ഹാനല്ലാഹ്. ആരുടെങ്കിലും കോള് മറ്റോനെ വിളിച്ചത് ആള് മാറിയിട്ട് വരുന്നുണ്ടോ? ഇല്ല. നിന്റെ നമ്പർ ശരിയാണെങ്കിൽ നീ ഉദ്ദേശിച്ച ആൾക്ക് തന്നെ പോയിട്ടുള്ളത്. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അള്ളാന്റെ ഭൂമിയിലെ മനുഷ്യന്റെ ടെക്നോളജി കൊണ്ട് അള്ളാഹു ഈ കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹബീബിന് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വലാത്ത് എത്തിച്ചു കൊടുക്കാനുള്ള വകുപ്പ് അള്ളാന്റെ ഖജനാവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മുഅ്മിനായ മനുഷ്യന് അധികമൊന്നും പ്രയാസമല്ല. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടക്കുന്നത് മദീനയിലാണ്. യാ അല്ലാഹ്. ഉലമാ പറയാൻ മക്കയാണ് അല്ലാഹുവിന്റെ അഫ്ളലുൽ ബിഖാ, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശം മക്കയാണ്, പരിശുദ്ധമായ കഅബയാണ്. പക്ഷേ അള്ളാന്റെ പ്രപഞ്ചത്തിൽ, അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മണ്ണേതാണ്? ഏറ്റവും ശ്രേഷ്ഠതയുള്ള മണ്ണേതാണ്? ഭയങ്കരമാണ് മക്കയും മദീനയുടെയും വിഷയം. രണ്ടും ഒരുമിച്ച് നമ്മൾ കാണാൻ പറ്റണം. സുബ്ഹാനല്ലാഹ്. അഫ്ളലുൽ ബിഖാ മക്കയാണ്. പക്ഷേ അഫ്ളലു തുർബ, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണേതാണ്? എവിടെയാണത്? ഇമാം അബൂസുരി റളിയല്ലാഹു അൻഹു പാടിയില്ലേ, ലാ തുയ്ബ യഅദിലു തുർബൻ ثم അഅളുമഹു, ലാ തുയ്ബ യഅദിലു തുർബൻ ثم അഅളുമഹു, طوبى لمستشق منه وملتثم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا خير من يمم العافين ساحته سعيا وفوق متون العينق الرسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم രേഖപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിലെ ഒരു പണ്ഡിതന് പോലും അഭിപ്രായ വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്ത വിഷയം ഏതാണ്? അഫ്ളലു തുർബത്തിൻ, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ ഭാഗ്യമുണ്ടായ മണ്ണാണ് അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ്. അത് കിടക്കുന്നത് മദീനയിലാണ്. യാ അല്ലാഹ്. പക്ഷേ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനവും അള്ളാഹു തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ഉമ്മുൽ ഖുറ, ലോകരാജ്യങ്ങൾക്ക് മുഴുവനും ഉമ്മയാകേണ്ട, ലോക നഗരങ്ങൾക്ക് മുഴുവനും മാതാവായ, സർവമാന ഗ്രാമങ്ങൾക്കും നഗരങ്ങൾക്കും ഉമ്മയായ ഗ്രാമം ഉമ്മുൽ ഖുറ മക്കയാണ്. യാ അല്ലാഹ്. രണ്ടും ഹറമൈനിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത് എവിടെയാണ്?
എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? ആ മണ്ണിലാണ് അല്ലാഹു തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ച മണ്ണ്. മദീനയിലെ മണ്ണാണ്. ഒരു മനുഷ്യൻ ഖബറടക്കപ്പെടുന്ന സ്ഥലം എവിടെയാണോ ആ പ്രദേശത്തെ മണ്ണുകൊണ്ടാണ്, അതിന്റെ അംശമാണ് ഈ മനുഷ്യന്റെ ശരീരത്തിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാ പഠിപ്പിക്കുകയാണ്. നമ്മൾ എവിടെയാണോ മറവയ്യപ്പെടുന്നത്, നമ്മൾ ഇവിടെ മറവെയ്താൽ നമ്മെ സൃഷ്ടിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിലൂടെ നമ്മൾ ഏത് ഭാഗത്തുകൂടെ കടന്നു വരുന്നോ ആ ഭാഗത്തെ മണ്ണ് നമ്മൾ ഖബറടക്കപ്പെടുന്ന സ്ഥലത്തെ മണ്ണാണെന്ന് അവിടെ നിന്ന് എടുത്തിട്ടാ പടച്ചത്, അവിടേക്ക് എന്നെ തിരിച്ചു വെക്കുന്നത്. യാ അല്ലാഹ്, അമ്പിയാക്കന്മാരുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറവ് ചെയ്യപ്പെട്ടത് ഈ മദീനയിലായതുകൊണ്ട് ഉലമാ പറയാണ് ഖുലിഖ അഫ്ളലുൽ ഖൽഖി വദഫിന ഫീഹാ മിൻ ഖിയാരി ഹാദിഹിൽ ഉമ്മ. യാ അല്ലാഹ്, ഒരുപാട് സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ പടക്കാൻ അല്ലാഹു ഉദ്ദേശിച്ച മണ്ണ് മദീനയിലെ മണ്ണാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് എത്തിയത്. യാ അല്ലാഹ്, ഉലമാ പറയാണ് മക്ക പരിശുദ്ധമാണ്. മക്ക ഹറാമുൻ ഹറമഹല്ലാഹ്, മക്ക പരിശുദ്ധമാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ പടച്ചയിടം മുതൽ അങ്ങനെ തന്നെയാണ്. മക്ക പരിശുദ്ധമാണ്. വൽ മദീനതു ഹറംതുഹാ, മദീന പരിശുദ്ധമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയെ മക്കയെ ഹറമായി പ്രഖ്യാപിച്ചത് ആരാണ്? സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് മക്കയെ പരിശുദ്ധമാക്കിയത്. മദീനയെ പരിശുദ്ധമാക്കിയതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബന്ധം നോക്കണം. യാ അല്ലാഹ്, وإذ قال إبراهيم رب اجعل هذا بلدا آمنا، سورة البقرة. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ കുടുംബത്തെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. മക്കയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഖുർആനിന്റെ പ്രയോഗം നോക്കണം. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഹാദാ ബലദൻ ആമിന. വേറെ ഒരു ആയത്തുണ്ട് ഹാദൽ ബലദ ആമിന. ഒരിക്കൽ അൽ ബലദ് എന്ന് പറയും, പിന്നെ ഇവിടെ പറഞ്ഞു ബലദൻ, അൽ എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ പോലും ഖുർആനിന്റെ പ്രയോഗങ്ങൾ അത്ഭുതമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, അല്ലാഹുവേ, റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഇജ്അൽ ഹാദാ, ഈ നാടിനെ ആക്കണം റബ്ബേ, ബലദൻ ആമിന, സുരക്ഷിതമായ നാടാക്കണം അല്ലാഹ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? ആദ്യമായി വന്ന സ്ഥലം. അന്ന് ഈ നാട് എന്ന് പറയാനായിട്ടില്ല. കാരണം ഇവിടെ മനുഷ്യന്മാരില്ല, ഒന്നുമില്ലല്ലോ. കഅബം പോലും കാണാനില്ല. കഅബന്റെ അസ്ഥിവാരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ നാടിനെ എന്ന് പറഞ്ഞ് ദുആയിരുന്നത് ഈ സമയത്തല്ല. ഈ ദുആ നമ്മൾ ഇപ്പോ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ആയത്ത്, ഹാദാ, ഈ നാടിനെ നീ ആക്കണം. എന്താക്കണം? ബലദൻ ആമിന, സുരക്ഷിതമായ നാടാക്കണം അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആയിരുന്നു. കുറെ കാലം കഴിഞ്ഞു വന്നപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്ന് കുട്ടിയായിട്ടുണ്ട്. ആളുകൾ താമസം തുടങ്ങിയിട്ടുണ്ട്. യമനികളായ ജുർഹും ഗോത്രക്കാർ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ ദുആയാണ് റബ്ബി ജഅൽ ഹാദൽ ബലദ, ഈ നാടിനെ റബ്ബേ ഇനി സുരക്ഷിതമായി നിലനിർത്തണം പടച്ചവനെ. കാരണം ഈ നാട് എന്ന് പറയാൻ അപ്പോഴാ നേരായത്. ഇത് ഈ നമ്മൾ പറയുന്ന ഈ ദുആ ആദ്യം ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കൊച്ചു പൈതലിനെ മക്കയിലേക്ക് കൊണ്ടുവന്ന നേരത്ത് ചെയ്ത ദുആയാണ്. അവിടെ ആരുമില്ല. ആ ദുആ കാരണം അല്ലാഹു മക്കയെ അന്നു മുതൽ ഹറാമാണെന്ന് പ്രഖ്യാപിച്ചു. എന്താ ഹറാം എന്ന് പറഞ്ഞാൽ? അവിടുത്തെ ഒരു പക്ഷിയെ പോലും കൊല്ലാൻ പാടില്ല. അവിടുത്തെ വേട്ടയാടി പിടിക്കാവുന്ന മൃഗം മക്കയിൽ വേട്ടയാടാൻ പാടില്ല. ലാ യുഅദദു ഷജറുഹാ, അവിടുത്തെ ചെടികൾ പറിക്കാൻ പാടില്ല. അവിടുത്തെ പച്ചമരങ്ങൾ വെട്ടിമുറിക്കാൻ പാടില്ല. അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല. അവിടെ യുദ്ധം തുടങ്ങൽ ഹറാമുകളിൽ ഹറാമാണ്. അവിടെ കശപിശ പാടില്ല. അവിടെ അനാവശ്യ വർത്തമാനം പാടില്ല. എന്തേ? ഇത് പരിശുദ്ധമായ പ്രദേശമാണ്. യാ അല്ലാഹ്,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. മദീനയാണെങ്കിലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹുമ്മ ഇന്നി ഉഹർരിമു മാ ബൈന ജബലൈഹാ മിത്ല മാ ഹറമ ബിഹി ഇബ്രാഹീം മക്ക അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മുദ്ദിഹിം വസാഇഹിം. അല്ലാഹ്, ഈ മദീനയുടെ ഈ മലമടക്കുകൾക്കിടയിലുള്ള പ്രദേശം ഹറമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം അല്ലാഹു കൊടുത്തില്ല ഹബീബിന്. ഇത് ഹറമാൻ, ലാ യുഅലദു ശജറുഹാ വലാ യുഖ്തലു സൈദുഹാ. ഇവിടെ ചെടികൾ വെട്ടിമുറിക്കാൻ പാടില്ല, മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല, ജീവജാലങ്ങളെ കൊല്ലാൻ പാടില്ല, ഉപദ്രവകാരികളായ ജീവികളെ ഒഴികെ വേറൊന്നും ചെയ്യരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനമാണ്. രണ്ടും ഹറമാണ്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, മറ്റേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയാണ്. മക്കയിലേക്ക് വരാം. ഉംറക്ക് നമ്മൾ അങ്ങോട്ടാ പോകുന്നതല്ലേ? യാ അല്ലാഹ്, അല്ലാഹു നമ്മുടെ യാത്രയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. യാത്രയൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ശരിക്കും ദുആ രക്കണം. നമ്മളൊരു ഉംറ ചെയ്തുകൊണ്ടൊക്കെ ശരിയായി എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റൂല. കാരണം ഒരു ഹദീസ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബേജാറാണ്. ഇമാം അൽ ഖത്തീബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ലോകാവസാനമായാൽ, അന്ത്യനാളായി കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയില്ലേ? ഖറജന്നാസു ഇലൽ ഹജ്ജ്, അല്ലാഹുവിന്റെ മക്കയിലെ ലക്ഷ്യമാക്കി പോകുന്ന